KSRTC ഡിപ്പോ കണ്ടാലൊരു പാർട്ടി ഓഫീസ്. ശമ്പളം കിട്ടാതെ വരുമ്പോൾ ജനങ്ങളുടെ നികുതി പണം എടുത്ത് ശമ്പളം മേടിക്കുന്ന ഒരു KSRTC ഡിപ്പോയാണ്. ജീവനക്കാർ അങ്ങനെയുള്ള ടൈപ്പാണ്. അതായത് ശമ്പളം കിട്ടാതെ വരുമ്പോഴത്തേക്ക് അവർക്ക് ശമ്പളം കൊടുക്കുന്ന നികുതി പണമാണ്. ചാത്തന്നൂരത്തെ KSRTC ഡിപ്പോയാണ് ഈ ബാക്കിൽ കാണുന്നത്. കണ്ടാലൊരു നല്ല ലുക്ക് പാർട്ടി ഓഫീസ്. എല്ലാ പാർട്ടിയുടെ കൊടികളുമുണ്ട്. യൂണിയൻ്റെ കൊടികളാണ്. യൂണിയൻ്റെ ഇലക്ഷനാണ് നടക്കുന്നത്. അതിൻ്റെ കൊടികളാണ്, മൊത്തം കൊടികളാണ്. ഇലക്ഷൻ്റെ സമയമാകുമ്പോഴത്തേക്ക് ഇവിടെ കസേരയൊക്കെ ഇട്ട് ജനങ്ങൾ പിന്നെ ഇല്ല, ജനങ്ങൾ ഔട്ടാണ്, ജനങ്ങൾക്ക് നിൽക്കാൻ പറ്റത്തില്ല, അവരെ യോഗങ്ങളാണ്. പക്ഷെ അതവിടെ നിൽക്കട്ടെ. ഇപ്പോഴത്തെ പ്രശ്നം ഇതല്ല. KSRTC ഡിപ്പോയിൽ 2 വർഷത്തിലധികമായി ബസ്സുകൾ കയറി. ചാത്തന്നൂർ KSRTC ഡിപ്പോയാണ്. രാവിലെ വൈകുന്നേരം ബസ് വരുന്നതിനും പോകുന്നതിനും ഒരു കുഴപ്പമില്ല. 100-300 ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്ന ഒരു ഡിപ്പോയാണ്. പക്ഷേ ഇവിടെ KSRTCയിലെ ഒരു ബസ് പോലും ഒരു ദിവസം കയറത്തില്ല. രാവിലെ ഇവിടുന്ന് 19 ബസ് പോവും. വൈകുന്നേരം ഒരു 5 മണിയാകുമ്പം തൊട്ട് ബസ്സുകൾ വന്നു പോകണം. ഇതാണ്. അതായത് പകൽ സമയത്ത് ഇവിടെ യാത്രക്കാർക്ക് വണ്ടി കയറാൻ നിർവാഹമില്ല, ഒന്നുമില്ല. കാരണം ദേശീയപാതയുടെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതെന്നൊരു കാരണത്താൽ ഇവിടെ KSRTC ബസ്സുകൾ ഇതിനകത്ത് കയറത്തുമില്ല. കുറേ ജോലിക്കാർ, അതായത് ഇവിടുത്തെ ഓഫീസ് സ്റ്റാഫുകൾ ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങിച്ചുകൊണ്ടേയിരിക്കും. കാരണം പകൽ വേറെ ജോലിയൊന്നും ഇല്ലല്ലോ. ഡിപ്പോയിൽ നമ്പർ എഴുതേണ്ട, എങ്ങും വണ്ടി വിടേണ്ട. രാവിലെ കുറേ ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യണം, വൈകുന്നേരം കുറേ ബസ്സുകൾ വരണം, അവൻ്റെ കണക്ക് എഴുതണം. അങ്ങനെ കുറേ സ്റ്റാഫുകൾ മാത്രം. ഇവിടെ ജനങ്ങൾ ഈ വർഷങ്ങളായിട്ട് ജനങ്ങൾ ഇവിടെ വന്ന് ഇന്ന് ബസ് കയറിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഡിപ്പോയിൽ ബസ് കയറാത്തതുകൊണ്ട് ജനങ്ങളില്ല, ഒന്നുമില്ല. വെറുതെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇവിടെ KSRTCയുടെ ഡ്രൈവിംഗ് സ്കൂളുണ്ട്. ആ വണ്ടി ഇട്ട് പഠിപ്പിക്കും. ഇതാണ് ഇവിടെ നടക്കുന്നത്. അല്ല വേറെ ഒന്നും നടക്കുന്നില്ല. ഇവിടെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയന്തരമായിട്ട് ഈ KSRTC ഡിപ്പോയിൽ ബസ്സുകൾ കയറണം. അതിന് വേണ്ടിയാണ് ഈ ഡിപ്പോ ഉള്ളത്. അല്ലെങ്കിൽ ഇത് അടച്ചു പൂട്ടി പഞ്ചായത്തിന് താക്കോൽ കൊടുക്കണം. കാരണം ഇത് പഞ്ചായത്തിൻ്റെ വസ്തുവാണ്. പഞ്ചായത്ത് പൈസ കൊടുത്ത് മേടിച്ചു കൊടുത്ത വസ്തുവാണ്. അടച്ചു പൂട്ടി ഇതിൻ്റെ താക്കോൽ പഞ്ചായത്തിന് കൊടുക്കണം. അതാണ് വേണ്ടത്. ഇത് ജനങ്ങളുടെ സമ്പത്താണിത്. KSRTC ബസ്സുകൾ ഇതിനകത്ത് കയറാനുള്ള ഒരു നടപടികൾ ഈ ഇവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നില്ല എന്നതാണ് പ്രതിഷേധം. ഇവിടെ ആട്ടോ ഉണ്ട്, 19 ആട്ടോക്കാരുണ്ട്, ഈ കടകളുണ്ട്. ഇതെല്ലാം ഒരു വല്ലാത്തൊരവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ അടിയന്തരമായിട്ട് ഇവിടെ KSRTC ഡിപ്പോയിൽ ബസ്സുകൾ കയറാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറോടും മന്ത്രിയോടും അപേക്ഷിക്കും.